പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വയനാട് സന്ദർശിക്കും. രാവിലെ കണ്ണൂർ വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ മാർഗം ദുരന്ത ഭൂമിയിലെത്തും. മുഖ്യമന്ത്രി പിണറായി വിജയനും മോദിക്കൊപ്പം ഉണ്ടാകും. ദുരന്തത്തെ L3 വിഭാഗത്തിൽപ്പെടുത്തി വയനാടിനെ സഹായിക്കാൻ തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. ഹെലികോപ്റ്റർ മാർഗം ദുരന്തഭൂമിയിലെത്തുന്ന പ്രധാനമന്ത്രി ആദ്യം ആകാശ നിരീക്ഷണം നടത്തും. മുഖ്യമന്ത്രി പിണറായി വിജയനും ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവും മോദിക്കൊപ്പമുണ്ടാകും. ദുരന്തഭൂമിയിലെ സാഹചര്യങ്ങൾ ചീഫ് സെക്രട്ടറി പ്രധാനമന്ത്രിക്ക് വിശദീകരിക്കും. ബെയിലി പാലത്തിലെത്തിയ ശേഷം പ്രധാനമന്ത്രി ദുരന്തപ്രദേശത്തേക്ക് നീങ്ങും. കനത്ത സുരക്ഷാ ക്രമീകരണം ഒരുക്കിയതായി ADGP MR അജിത് കുമാർ 24-നോട്. നിലവിലുള്ള വിവരം അനുസരിച്ചിട്ട് അദ്ദേഹം കണ്ണൂർ എയർപോർട്ടിൽ വരുന്നു. കണ്ണൂരിൽ നിന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടൊപ്പവും മറ്റ് ഒഫീഷ്യലോടൊപ്പവും ബൈ ചോപ്പർ ഈ ഏരിയ ആദ്യം ഒരു ഏരിയൽ നിരീക്ഷണം നടത്താൻ മനസ്സിലാക്കുന്നത്. ഏരിയൽ നിരീക്ഷണ ശേഷം കൽപ്പറ്റയിൽ വന്നിറങ്ങും. കൽപ്പറ്റയിൽ വന്നിറങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബൈ റോഡ് നമ്മൾ ഈ ലാൻഡ് സ്ലൈഡ് സംഭവിച്ച് ചുരന്മല ഭാഗത്ത് കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നത്. സേനാ മേധാവിമാരെയും ദൗത്യസംഘത്തെയും പ്രധാനമന്ത്രി കാണും. തുടർന്ന് ക്യാമ്പുകളിലും ആശുപത്രിയിലും സന്ദർശനം നടത്തും. പര്യടനത്തിനു ശേഷം കളക്ടറേറ്റിലെ യോഗത്തിൽ പങ്കെടുക്കും. ശേഷം കണ്ണൂർ വഴി ഡൽഹിയിലേക്ക് മടക്കം. ദുരന്തത്തെ L3-ലോ L4-ലോ ഉൾപ്പെടുത്തി വയനാടിനെ സഹായിക്കാൻ പ്രധാനമന്ത്രി തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. L3 മാത്രമല്ല, L3 L4-നിടയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു നാഷണൽ ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിക്കാനുള്ള പ്രൊവിഷൻ ഇപ്പോൾ ഇല്ല. പക്ഷേ L3 L4 ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ സ്പെഷ്യൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് അതാണ് നൽകേണ്ടത്. അപ്പോൾ 2 ഫേസിലായി വളരെ വിപുലമായ തരത്തിലുള്ളൊരു പുനരധിവാസ പ്രക്രിയയുണ്ട്. അപ്പോൾ അത് നമ്മളെ കൊണ്ട് മാത്രം താങ്ങുന്ന കാര്യമല്ല, അവർ സഹായിക്കണം. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ സുരക്ഷാ പ്രാധാന്യം കണക്കിലെടുത്ത് നാളെ തിരച്ചിലുണ്ടാകില്ല. ദീപക് ധർമ്മടം, 24 വയനാട്.